സ്നേഹമുള്ളവരെ, ക്രിസ്മസ് നമ്മെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. നമ്മെ സംബന്ധിച്ച് മാത്രമല്ല, ലോകം മുഴുവനും സന്തോഷം നൽകുന്ന സദ്വാർത്തയുമായിട്ടാണ് ക്രിസ്മസ് കടന്നു വരുന്നത്. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ക്രിസ്മസ് ദിവസത്തില് ദൈവം മനുഷ്യനായി അവതരിച്ചത്? മനുഷ്യൻ ദൈവമാകുവാനുള്ള ആഗ്രഹം പലർക്കുമുണ്ട്. എന്നാൽ ഒരു ദൈവം മനുഷ്യനായി അവതരിക്കുവാൻ കാരണം എന്താണെന്നതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ഇതാണ്: ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. സ്നേഹിക്കുന്നവരാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മുടെ പിതാവാണ്, നമ്മെ സ്നേഹിക്കുന്ന പിതാവാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ഈ ദൈവം മനുഷ്യനായി അവതരിച്ചത് നമ്മെ ദൈവപുത്രരാക്കുവാൻ വേണ്ടിയാണ്. തിന്മയുടെ, പാപത്തിന്റെ, മരണത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ ഉയർത്തി ദൈവപുത്ര സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ലോകത്തിന് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്തുകൊണ്ടാണ് ലോകരക്ഷകനായി ഈശോ ലോകത്തിലേക്ക് വന്നത്. നാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ്. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്നതുപോലെ നാം മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കും. എളിയവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലുമെല്ലാം നാം എളിയവരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദൈവത്തിന്റെ മുഖം കാണുവാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ദൗത്യമാണ് നമുക്കുള്ളത്. ഈശോ ചെയ്തത് തന്നെയാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പിതാവിന്റെ മുഖം പുത്രനിലൂടെയാണ് ലോകം അറിഞ്ഞത്. ഇന്ന് ഈ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരെ അറിയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയാണ്. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ജീവിത ശൈലിയിലൂടെ മറ്റുള്ളവർ ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ സാധിക്കണം. ഈ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ സുദിനമാണ്. സന്തോഷം പങ്കുവയ്ക്കുവാനുള്ള അവസരമാണ്. സമാധാനത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. ഈ സമാധാനം പരസ്പരം പങ്കുവയ്ക്കുവാൻ നമുക്ക് കടമയുണ്ട്. സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ലോകത്തിലെ എല്ലായിടത്തും സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരം കൂടിയാണിത്. ലോകരക്ഷകനായ ഈശോ നമ്മിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് സന്തോഷവും സമാധാനവും നമുക്ക് നൽകുന്നു. നാം മറ്റുള്ളവരിലേക്ക് കടന്നു ചെന്ന് നമുക്ക് ലഭിച്ച സന്തോഷവും സമാധാനവും അവർക്കുമായി പങ്കുവയ്ക്കുവാനുള്ള അവരുടെ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. ഏവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.